ഇപ്പോഴും കേരളത്തിന്റെ പല ഭാഗത്ത് ഇതേപോലെ തന്നെയുള്ള മർദ്ദനങ്ങൾ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ, വേറൊന്നും ആവശ്യമില്ല, ആ സ്ത്രീക്ക് ആ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോ പോലീസുകാർ പിടിച്ച് മർദ്ദിച്ച് ആശുപത്രിയിൽ കിടക്കേണ്ടുന്ന അവസ്ഥയാണ് വർക്കലക്കാരിയായ ഒരു പാവപ്പെട്ട വയോധികയായ സ്ത്രീക്കുണ്ടായത്. ഇത് വളരെ ലളിതമായ ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്. മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്ന ആളെ പോലീസ് മർദ്ദിച്ച് ആശുപത്രിയിൽ കിടക്കേണ്ടുന്ന അവസ്ഥ ഈ വി.ഡി. സതീശന്റെ കാലത്തല്ലാതെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നമുക്കിതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കൂടൽ. കൂടൽ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിലെ കൂടലിൽ കുറെ ചെറുപ്പക്കാരെന്ന് 10-20 വയസ്സുള്ളവരാണ് കേട്ടോ. അവരെല്ലാം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കേസ് കൊടുത്തു. പോക്സോ കേസാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ മുഴുവൻ ഒരു പടി കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽ പിടിച്ച ഒരാളാണ് 20 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനാണെങ്കിൽ ഹൃദ്രോഗം ബാധിച്ച് ഹൃദയ ശസ്ത്രക്രിയ നടത്തി ആഴ്ചകൾ ഇപ്പോഴും അവിടെ റെസ്റ്റിലാണ്. അപ്പൊ വീട്ടുകാർ പിടിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഇവരിങ്ങനെ ഹൃദ്രോഗത്തിന്റെ ഭാഗമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് കുറച്ചാഴ്ചയായിട്ടുള്ളൂ, ഇവിടെ വിശ്രമിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പോലീസ് പിടിച്ചു കൊണ്ടുപോകാൻ പാടില്ല, നിങ്ങൾ അവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വളരെ മാന്യമായിട്ടാണത്രേ പറഞ്ഞത്. ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാവില്ല. ആ കൂടലിൽ നിന്ന് പിടിച്ച 20 വയസ്സുകാരൻ ഹൃദ്രോഗി, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ആഴ്ചകൾ മാത്രം കഴിഞ്ഞ ഒരു പാവപ്പെട്ട കുട്ടിയെ, ചെറുപ്പക്കാരനെ ഇനി ശരീരത്തിന്റെ ഒരു ഭാഗവും ബാക്കിയില്ലാത്ത രീതിയിൽ ഇടിച്ചു കലക്കിയിരിക്കുകയാണ്. കാൽവള്ളയിൽ വെള്ള അടിച്ച് തകർത്തിരിക്കുകയാണ്. കാല് കൂട്ടിട്ട് ചവിട്ടി, അതുപോലെ തന്നെ ഇരിക്കുന്നതിൽ പിടിച്ച് ഉയർത്തി, ചെവിയും അതുപോലെ തന്നെ മുടിയും പിടിച്ച് ഉയർത്തിയിട്ട് ആകാശത്ത് നിർത്തി. ഇതെല്ലാം ഹൃദ്രോഗിയായിരുന്ന ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോട്, ഒരു ചെറുപ്പക്കാരനോട് ചെയ്യുന്ന ക്രൂരത പോലീസിന്റെ തന്നെ ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്കറിയാം, ജന്തർ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ഉണ്ടായി. കോടതിയും പറഞ്ഞു, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞു കേസുകളെല്ലാം പിൻവലിക്കും. ഇവിടെ ഈ കേരളത്തിലുണ്ടായ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് കുട്ടികൾക്ക് നേരെയാണ്, വിദ്യാർത്ഥികൾക്ക് നേരെയാണ്, യുവാക്കൾക്ക് നേരെയാണ് ഇവിടെ കേസെടുത്തത്. BJP ഗവൺമെന്റിന് പുറമെ കേസെടുത്ത ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. ആയിരക്കണക്കിന് കുട്ടികളെ പ്രതികളാക്കി. ഇപ്പോഴും ആ കേസ് പിൻവലിച്ചു കഴിഞ്ഞിട്ടില്ല. അന്ന് കണ്ണൂർ ജില്ലയിൽ, കണ്ണൂരിൽ ഒരു SFI പ്രവർത്തകനെ വീട് വളഞ്ഞു വെച്ച് പിടിച്ചു, അവനെ ജയിലിലാക്കി. എന്തു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു മടിയുമില്ലാത്തൊരു പോലീസ് എങ്ങനെയാണ് ഇത്ര വേഗം 10 കൊല്ലത്തിന് ശേഷം മാറിയത്? അടിസ്ഥാനത്തിലാണ്? വളരെ വ്യക്തമാണ്, നയമാണ്, തെറ്റായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. നന്നായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് ഗവൺമെന്റ് മാറിയ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ചില ആളുകളെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന അവസ്ഥയാണ് ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ ആളുകൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, പോലീസ് സ്റ്റേഷനും പോലീസ് സംവിധാനവും ഭരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ UDFന്റെ നയം ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നേരെ ശക്തിയായ കടന്നാക്രമമാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് ഈ കടന്നാക്രമണം നടത്തുമ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെയല്ല. നിങ്ങൾക്കറിയാം, വളരെ പ്രധാനപ്പെട്ട കേസിൽ പ്രതിയായി, ഒരു കേസൊന്നുമല്ല 19 കേസ് ജയിലിൽ കിടക്കുകയാണ്. കാപ്പ കേസിന്റെ ഭാഗമായിട്ട് കൗൺസിലറാണ് തിരുവനന്തപുരത്ത്. ആ കൗൺസിലറെ രക്ഷിക്കാൻ കാപ്പ കേസിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ കിടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാലില്ല.
സമാസമാണ്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയാണ് അവർക്ക് ഇടയ്ക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, അതിലെ BJP കൗൺസിലറാണ് ജയിലിൽ കിടക്കുന്ന കാപ്പ പ്രതി. ആ പ്രതിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടിയാണ്. സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ജയിലിൽ കിടക്കുന്ന സമയം ലീവായി കിട്ടാൻ യാതൊരു നിയമോപദേശമില്ലാതെ തന്നെ ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും വളരെ ഉന്നതത്തിൽ നിന്ന് ഇടപെട്ട് തെറ്റായ രീതിയിൽ സർക്കുലർ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അഡീഷണൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ഈ അഡീഷണൽ സെക്രട്ടറി ആണോ തീരുമാനിക്കുന്നത്? അവരുടെ മുമ്പിലേക്ക് എങ്ങനെയാണ് ഈ ഫയൽ വരുന്നത്? റവന്യൂ കാണാതെ ഈ ഫയൽ വരുമോ? മുഖ്യമന്ത്രി അറിയാതെ ഈ ഫയൽ വരുമോ? അത് ഗുരുതരമായ ക്രമക്കേടാണ് എന്ന് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നിയമവിരുദ്ധമായ രീതിയിലാണ് ആ അവധിക്ക് വേണ്ടി അപേക്ഷ തയ്യാറാക്കപ്പെട്ടത് എന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അന്നേ വ്യക്തമാക്കി, ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഏതെങ്കിലും ഒരു അഡീഷണൽ സെക്രട്ടറി വരെ വഴിചാരി രക്ഷപ്പെടാനാവുന്നതല്ല. റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്, റവന്യൂ വകുപ്പുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, മന്ത്രിമാരും ചേർന്നാണ്, മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സൗകര്യം കിട്ടിയത് എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.